عن ابن عمر رضي الله عنه قال قال رسول الله صلى الله عليه وسلم ثلاث مهلكات وثلاث منجيات وثلاث كفارات وثلاث درجات. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീത്താണ്. നബിതങ്ങൾ 3 കാറ്റഗറിയിലായിട്ട് 12 കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ നിന്ന് പറയുന്നു സലാത്തുൻ മുഹ്ലിക്കാത്തുൻ, 3 കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്, നാശകാരികളാണ് 3 കാര്യം. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ആ 3 കാര്യം. വേറെ 3 കാര്യമുണ്ട്. സലാത്തുൻ മുൻജിയാത്തുൻ, 3 കാര്യം മനുഷ്യന്റെ രക്ഷകരാണ്. ആ 3 കാര്യം മനുഷ്യനെ രക്ഷപ്പെടുത്തും, അത് നിങ്ങൾ ചെയ്യണം. സലാത്തുൻ കഫാറാത്തുൻ, 3 കാര്യങ്ങൾ മനുഷ്യന്റെ എല്ലാ ദോഷങ്ങളെയും പൊറുപ്പിച്ച് കളയുന്ന, അവനക്ക് തൗബ കിട്ടാൻ പറ്റുന്ന അമലുകളാണ്, അതും വർദ്ധിപ്പിക്കണം. സലാത്തുൻ ദറജാത്തുൻ, 3 കാര്യം മനുഷ്യന് പരലോകത്ത് അവൻ്റെ ദറജകൾ പദവികൾ ഉയർത്തുന്ന 3 കാര്യങ്ങളാണ്. ഇങ്ങനെ 3 4 3 അതായത് 12 കാര്യം. എന്നിട്ട് നബിതങ്ങൾ പറയാം ഫഅമ്മൽ മുഹ്ലികാത്ത്, മനുഷ്യനെ പാടെ മുച്ചൂടും നശിപ്പിക്കുന്ന 3 കാര്യം ഏതാണെന്നറിയോ? ഒരു മനുഷ്യൻ എത്ര ഇബാദത്ത് ചെയ്താലും അവന് മൈനസ് മാർക്ക് കിട്ടുന്ന, അവൻ നശിപ്പിച്ച് കളയുന്ന 3 കാര്യം. ഒന്ന് ഫശഹ്ഉൻ മുതാഉൻ, ലുബ്ധത, അവന് പിശുക്ക്, ഓവർ പിശുക്ക്. അതായത് അവന് എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അവൻ പിശുക്കത്തരം അവൻ്റെ മനസ്സിനെ പിടികൂടിയാൽ അതിന് വഴിപ്പെടും. അങ്ങനെ വഴിപ്പെടപ്പെടുന്ന പിശുക്കത്തരം. ഒരു കോടികൾ ആസ്തി ഉണ്ടെങ്കിലും ഏത് പാവപ്പെട്ടവൻ വന്ന് കൈ നീട്ടി യോജിച്ചാലും ചോദിച്ചാലും 1000 വട്ടം ചോദിച്ചാലും കൊടുക്കൽ 10 റുപ്യ 100 റുപ്യൊക്കെ ആയിരിക്കും. ഭയങ്കര പിശുക്കാണ്. ഇഷ്ടംപോലെ സ്വത്തുണ്ട്, മുതലുണ്ട്, 5 പൈസവും കൊടുക്കൂല. അതൊരു മനുഷ്യനെ നശിപ്പിച്ച് കളയും. വേറെ എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിലും അത് നശിപ്പിക്കാൻ ഈ പിശുക്കത്തരം മതി. അത് മനുഷ്യനെ നശിപ്പിക്കുന്ന, ദീനിനെ നശിപ്പിക്കുന്ന കാര്യമാണെന്ത്? ഒടുക്കത്തെ പിശുക്ക് എന്നുള്ളത്. നബിതങ്ങൾ കാവൽ ചോദിക്കാൻ പറഞ്ഞതാണത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസ്നി വഅഊദു ബിക മിനൽ ബുഖ്ലി. നബിതങ്ങൾ പറഞ്ഞാൽ കാവൽ ചോദിക്കണം. കാരണം പല ആൾക്കാരും ഇന്ന് പിശുക്കിന് വഴിപ്പെട്ട് പോകുകയാണ്. ഞാൻ കൊടുത്താൽ എൻ്റെ ഏറ്റവും കുറഞ്ഞു പോകുമോ, എൻ്റെ മക്കൾക്കും വേറെ കുട്ടികൾക്കൊക്കെ ഞാൻ മരിച്ചു പോകുമ്പം കൊടുക്കേണ്ടത് കുറഞ്ഞു പോകുമെന്ന് കരുതിയിട്ട് മരിക്കണ വരെ കൊടുക്കാൻ തോന്നൂല. കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ തോന്നും. അത്യാവശ്യം ചുറ്റുപാടുകളും ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആകുമ്പോൾ, സ്വസ്ഥമാകുമ്പോൾ അങ്ങനെ കൊടുക്കാൻ തോന്നും. മൂക്കിൽ പഞ്ഞ് വെക്കണവരെ അവന് കൊടുക്കാൻ അവസരം കിട്ടൂല. അതാണ് നബിതങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യനെ നശിപ്പിച്ച് കളയുന്ന, അവൻ്റെ ദീനിനെ പാടെ നശിപ്പിച്ച് കളയുന്ന 3 കാര്യത്തിൽ ഒന്നാമത്തേത് പിശുക്കത്തരാണ്. ഇത് പടച്ചോൻ കൊടുക്കേണ്ട തൗഫീഖ് തന്നെയാണ്, ഈ കൊടുക്കാനുള്ള മനസ്സ് എന്നുള്ളത്. പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, മുതലുണ്ടായിട്ട് കാര്യമില്ല. സഹായിക്കാനും കൊടുക്കാനും സഹകരിക്കാനൊക്കെ ഉള്ള മനസ്സ് വലിയ തൗഫീഖാണ്. ഏതായിട്ട് മനുഷ്യനെ നശിപ്പിക്കുന്ന 3 കാര്യത്തിൽ ഒന്നാമത്തേത് പിശുക്കത്തരം തന്നെയാണ്. പിന്നെ വഹവൻ മുത്തബ, അവന് അമിതമായ ദേഹേച്ഛ. അവന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ മടി. കാരണം അവൻ്റെ മനസ്സ് സമ്മതിക്കണില്ല. പിന്തുടരപ്പെടുന്നവൻ്റെ ദേഹേച്ഛ. ഹറാമ് ചെയ്യാൻ പാടില്ല എന്നറിയാം, പക്ഷേ പിന്നെയും കണ്ടു. ഹറാമ് തൊടാൻ പാടില്ല എന്നറിയാം, തൊട്ടു. മദ്യപിക്കാൻ പാടില്ല എന്നറിയാം, എന്നാലും കണ്ണുകൊണ്ട് ഹറാമ് നോക്കാൻ പാടില്ല എന്നറിയാം, എന്നാലും ഇങ്ങനെ അവൻ്റെ മനസ്സിൻ്റെ ഇച്ഛകൾ, ആഗ്രഹങ്ങൾ അവനെ കീഴ്പ്പെടുത്തി. നമ്മൾ ശരിക്കും നമ്മളെ കീഴ്പ്പെടുത്തേണ്ടത്, നമ്മുടെ ശരീരത്തെ കീഴ്പ്പെടുത്തേണ്ടത് മനസ്സാണ്. പക്ഷെ മനസ്സിനെ നമ്മുടെ ശരീരം ഇന്ന് കീഴ്പ്പെടുത്തി. ഹറാമുകൾ ചെയ്യരുത് എന്നുള്ള നമ്മുടെ മനസ്സിൻ്റെ ചിന്ത, അതിന് നമ്മുടെ ശരീരം വാങ്ങിക്കൊടുക്കുകയാണ് വേണ്ടത്. ശരീരം വഴിപ്പെടുന്നത് ഇന്ന് ഹവയാണ്. ശരീരം ഇന്ന് അടിമയും ഹവ രാജാവുമായി. നേരെ മറിച്ചാണ് വേണ്ടത്. ഇപ്പോൾ വഹവൻ മുത്തബ, അവൻ്റെ ഇച്ഛകൾ, ആഗ്രഹങ്ങൾ, എന്താഗ്രഹം ഉണ്ടെങ്കിലും അതൊക്കെ സാധിപ്പിച്ചു കൊടുക്കുക. നിസ്കരിക്കേണ്ട, കടന്നുറങ്ങുക, എന്നാൽ കടന്നുറങ്ങുക. ജമാഅത്തിനൊന്നും പോകണ്ടെന്നാണ് മനസ്സ് പറയണത്. പോയാൽ കൂരിട്ടെന്നൊക്കെ അറിയാം, പക്ഷെ മടുപ്പ്. അപ്പം എന്നാൽ ആയിക്കോട്ടെ, എന്നാൽ പോകണ്ടെന്ന് വെക്കുക. നിസ്കാരം കറക്റ്റ് സമയത്ത് നിർവഹിക്കണം, അത് നല്ല കാര്യമാണെന്നൊക്കെ അറിയാം, പക്ഷെ എന്നാലും നിർവഹിക്കേണ്ടെന്ന് തോന്നുമ്പോൾ നിർവഹിക്കണ്ട. ഇങ്ങനെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ അവൻ്റെ മനസ്സിങ്ങനെ പറയുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ വഴിപ്പെട്ട് കൊടുക്കുക. എത്ര കാര്യം ഇബാദത്തെടുത്താലും ഇതിൽ നിന്ന് ചില ആൾക്കാരെ മുക്തരാകൂല. ഹറാമ് കണ്ടുകൊണ്ടേ നിൽക്കുക. എപ്പോഴെങ്കിലൊക്കെ തെറ്റ് സംഭവിക്കുന്ന പോലെയല്ല. അൽ ഇസ്റാറു അലൽ മആസി, നിരന്തരം തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളത് വലിയ അവൻ്റെ ഈമാൻ നഷ്ടപ്പെടുന്ന കാര്യമാണ്.
മനുഷ്യനാണ്, സാഹചര്യങ്ങളെ കൊണ്ട് എപ്പോഴെങ്കിലൊക്കെ തെറ്റ് പറ്റപ്പോൾ തോൽവിയും ചെയ്യാം. ഇത് തെറ്റ് പറ്റിക്കൊണ്ടേ ഇരിക്കുക, നിരന്തരം തെറ്റ് ചെയ്യാം. അത് ചിലപ്പോൾ തൗബക്ക് പോലും ഉള്ള അവസരം കൊടുത്തോളണമെന്നില്ല, അവൻ നശിക്കാൻ കാരണമാവുന്നത്. ഇത് മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യമാണ്. മൂന്നാമത്തേത് ഇജാബുൽ മർഇ ബിനഫ്സി, ഞാൻ വലിയൊരാളാണെന്ന് അവനാണ് തോന്നുക. ഇത് പല ആൾക്കാരും നശിപ്പിക്കുന്ന ഒന്നാണ് ഈ ആനാന്നുള്ള ചിന്ത. ഞാൻ ആനാന്നില്ല, ആനയെ മരിക്കാൻ കഴിഞ്ഞാലും അനയെ തളക്കാൻ കഴിയൂല എന്നൊരു ചൊല്ലുണ്ട്. മനുഷ്യന് പലപ്പോഴും കുടുംബത്തിൽ ഒരു ഭർത്താവിന് ഞാൻ ഇവിടുത്തെ ഭർത്താവാണ്, ഇപ്പോൾ അമ്മായിമക്ക് ഞാൻ ഇവിടുത്തെ അമ്മായിമയാണ്, ഞാനാണ് ഇവിടുത്തെ ആള്, ഞാൻ പറയണ എല്ലാവരും കേൾക്കണം, ഞാൻ കുഴപ്പമില്ല എന്നൊരു ചിന്ത മനസ്സിൽ കയറിക്കൂടിയാൽ അവൻ നശിച്ചു. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നാശത്തിൻ്റെ കാരണം ഞാൻ എന്നുള്ള ചിന്തയാണ്. ഒൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ അങ്ങോട്ട് പോരാ, ഞാൻ മാപ്പ് വയ്ക്കൂല, ഞാൻ പുറത്ത് പഠിക്കൂല, അങ്ങോട്ട് വരട്ടെ, ഞാൻ എന്നുള്ള ചിന്ത അവൻ നശിപ്പിച്ച് കളയും. എത്ര തഹജ്ജുദ് നിസ്കരിച്ചിട്ടും കാര്യമില്ല. ഈ മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിക്കും. പിശുക്കും, അവൻ്റെ ഇച്ഛക്ക് വഴിപ്പെടലും, ഞാൻ എന്നുള്ള ചിന്തയും. ഓൻ സ്വന്തം തോന്നുക ഞാൻ കുഴപ്പമില്ലാത്ത ആളാണ്, ഞാനാ പെടുത്ത ആള്, ഓനൊക്കെ എന്നെ ആദ്യം എനിക്കറിയില്ലേ, ഞാൻ തന്നെയാണെന്നുള്ള ചിന്ത, അഹങ്കാരം. പിന്നെ അമ്പൽ മുഞ്ചിയാത്ത്, ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന മൂന്ന് കാര്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതേതാ? ഖബറിലും പരലോകത്തൊക്കെ രക്ഷപ്പെടുത്തി, നരകത്തുനിന്ന് രക്ഷപ്പെടുത്തി അവന് ശാശ്വതമായ വിജയം കിട്ടുന്ന മൂന്ന് കാര്യം, അവനെ രക്ഷപ്പെടുത്തുന്ന മൂന്ന് രക്ഷകർ. ഒന്ന് ഫിൽ ഖളബി വരിളാ, ദേഷ്യം പിടിക്കുമ്പോഴും സന്തോഷമുള്ള സമയത്തും എപ്പോഴും ഒരു മിതമായ സ്വഭാവം, എപ്പോഴും നല്ല ആൾക്കാർ പെരുമാറുക. ചില ആൾക്കാർ ദേഷ്യം പിടിക്കുമ്പം റേഞ്ച് വിടും, സംസ്കാരം വിടും, മിതത്വം വിടും, അല്ലെങ്കിൽ അവരുടെ കൾച്ചറൊക്കെ ചീഞ്ഞു പോകും. ദേഷ്യം പിടിക്കുമ്പോൾ എന്താ പറയാന്നറിയില്ല, എല്ലാ വൃത്തികേടും വിളിച്ചറിയാം, ദേഷ്യം പിടിക്കുമ്പോൾ അടിക്കുക. അതില്ലാതെ അവന് നോർമൽ സമയത്തും ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ ഒരിക്കലും പരിധി വിടൂല, ആ നീതിയും മിതത്വവും പാലിക്കും. സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, വാക്ക് പ്രയോഗങ്ങളിലൊക്കെ ദേഷ്യം പിടിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ മാന്യത കീപ്പ് ചെയ്യുന്ന മനുഷ്യൻ, ആ മാന്യത കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് എല്ലാ ഘട്ടങ്ങളിലും പരലോകത്തൊക്കെ രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യം. എന്ത്? ഫിൽ ഖളബി വരിളാ, സാധാ സമയത്ത് നോർമൽ ആകുമ്പോഴും ദേഷ്യം പിടിക്കുമ്പോഴും ഒക്കെ ഒരേപോലെ മാന്യത കീപ്പ് ചെയ്യും. വൽ ഖസ്ദു ഫിൽ ഫഖ്രി വൽ ഫിഗ്ന, രണ്ടാമത്തേത് ദാരിദ്ര്യമാണെങ്കിലും സാമ്പത്തിക വരുമാനം ഉണ്ടാകുമ്പോഴും മിതത്വം പാലിക്കണോ. ചില ആൾക്കാർ പൈസ ഇങ്ങോട്ട് കിട്ടുമ്പോൾ എന്താ കാട്ടേണ്ടതെന്ന് അറിയില്ല, അടിച്ച് പൊളിച്ച് ദൂർത്തടിച്ചെന്ന് കളയും. ദാരിദ്ര്യം വരുമ്പോൾ പിന്നെ മേപ്പോട്ട് നോക്കും ചെയ്യും, പിന്നെ ലോൺ എടുക്കലും കടവും കാര്യം ദ്വായമായിട്ട് കൂടും. ഉണ്ടെങ്കിലും ഇല്ലാത്തപ്പോഴും ഒരു മിതമായി ചെലവഴിക്കുക എന്നുള്ളതൊരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്. ദുനിയാവ് രക്ഷപ്പെടും, ആഖിറം രക്ഷപ്പെടും. മിതത്വം. ഇഷ്ടം പോലെ പൈസ ഉണ്ടെങ്കിലും ഒരു മിതമായ കല്യാണം നടത്തുക, മിതമായ വളയിടൽ ചടങ്ങ്, അയ്യെന്നുമല്ല ആവുന്നുമല്ല, അതിൻ്റെ ഇടയിലുള്ളതായിരിക്കണം. പറ്റ ഇരപ്പാകണ്ട, പറ്റ പിശുക്കടിച്ച് അയ്യെന്നും ആവണ്ട, കുറച്ചൊക്കെ ഒരു ഉഷാറാവണം, ആവുന്നും ആവണ്ട. അപ്പം മിതത്വം പാലിക്കുക. ഫിൽ ഫഖ്രി വൽ ഗിന, സാമ്പത്തികമായി ഉണ്ടാകുമ്പോഴും ഇല്ലാതിരിക്കുമ്പോഴും, ഞെരുക്കത്തിലും സാമ്പത്തികമായ ഉള്ള സമയത്തും മിതത്വം പാലിക്കുക, ഒന്നും ഓവറാകാതെ കൊണ്ടുപോവുക. അതൊരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. മൂന്നാമത്തേത് നബി തങ്ങൾ പറയുന്നു വഖശിയത്തുല്ലാഹി ഫിസ്സിരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹിനെ പേടിക്കുക. ജനങ്ങൾക്കിടയിൽ ഭയങ്കര തഖ്വയും പേടിയൊക്കെ ഉണ്ടാവും. ഒറ്റക്കാകുമ്പോൾ റൂമിൻ്റെ വാതിൽ കുറ്റിയിട്ടാൽ പിന്നെ മൊബൈലിൽ എല്ലാ വൃത്തികേടും കാണും, ആർക്കും വിളിക്കും, ആർക്കും എല്ലാ തെറ്റുകളും. ഒറ്റക്കാവുമ്പോൾ എന്നാൽ ജനങ്ങൾക്കിടയാകുമ്പോൾ ഭയങ്കര മാന്യനാണ്, പകൽ മാന്യന്മാർ. ഇത് ഇല്ലാതെ അള്ളാഹിനെ പേടിക്കുക രഹസ്യത്തിലും പരസ്യത്തിലും. ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണോ ഓൻ്റെ തഖ്വയും ഈമാനൊക്കെ, അതേമാതിരി ഒറ്റക്കുക. ജനങ്ങൾക്കിടയിൽ നിസ്കരിക്കുമ്പോൾ ഭയങ്കര തഖ്വയോട് കൂടെ നിസ്കരിക്കുക, ആൾക്കാർ കാണാനൊക്കെ വേണ്ട. ഒറ്റക്കാകുമ്പോൾ എങ്ങനെയെങ്കിലും അതല്ല, ഒറ്റക്കാകുമ്പോഴും രഹസ്യത്തിലാകുമ്പോഴും ഒരേ പേടി അള്ളാഹുവിനെ. ഇതൊരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്. ഇങ്ങനെ മൂന്ന് കാര്യം അവനെ രക്ഷപ്പെടുത്തും. ഏതൊക്കെ മൂന്ന് കാര്യം? ഒന്ന്, ദേഷ്യപ്പെടുക്കുമ്പോഴും ദേഷ്യമില്ലാതിരിക്കുമ്പോഴും അവൻ മാന്യത കീപ്പ് ചെയ്ത് സംസാരിക്കുക. രണ്ടാമത്തേത്, പണം ഉണ്ടാകുമ്പോഴും പണം ഇല്ലാതിരിക്കുമ്പോഴും മിതത്വം പാലിക്കുക. മൂന്നാമത്തേത്, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ പേടിക്കുക. ഇനി അമ്മൽ കഫാറാത്തു, മനുഷ്യൻ്റെ ദോഷങ്ങളൊക്കെ പൊറുപ്പിച്ച് കളയുന്ന മൂന്ന് കാര്യം. തെറ്റുകളൊക്കെ സംഭവിക്കുമല്ലോ, അതിങ്ങനെ ഇല്ലാതാക്കി അല്ല അങ്ങനെ അത് ഒഴിഞ്ഞു പോകണം. ദോഷങ്ങൾ ഇല്ലാതാക്കുന്ന, പൊറുപ്പിച്ച് കളയുന്ന, പ്രായശ്ചിത്തങ്ങളാകുന്ന മൂന്ന് കാര്യം. ഒന്ന്
ഫൻതിലാറു സ്വലാത്തി ബഅദ സ്വലാ, സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ പള്ളിയിൽ അങ്ങനെ കാത്തു തീർക്കുക. ഇഖാമത്തിന് ഇഞ്ഞും 10 മിനിറ്റ് ഉണ്ട്, ഇഞ്ഞും 15 മിനിറ്റ് ഉണ്ട്, ആയിക്കോട്ടെ, അങ്ങനെ ശ്രമിച്ച് പള്ളിയിൽ അങ്ങനെ അടുത്ത നിസ്കാരത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അള്ളാഹ്ക്ക് ഇത് വലിയ ഇഷ്ടമാണ്, വലിയ ഇഷ്ടം. പള്ളിക്ക് ഒരാൾ കയറി വന്നു, സുന്നത്തൊക്കെ നിസ്കരിക്കും, ക്ലോക്ക് നോക്കുമ്പോൾ ഇനി ഇഖാമത്ത് തീർക്കാൻ 15 മിനിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 12 മിനിറ്റ് ഉണ്ട്, അവന് വേറെ കുറേ തിരക്കുണ്ട്, വേണമെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിച്ചാണ്ട് പോകാമല്ലോ. പക്ഷെ അങ്ങനെ പോകാതെ ഓൻ സുന്നത്ത് നിസ്കാരം മറ്റേ കഴിഞ്ഞിട്ട് പിന്നെയും നിസ്കാരത്തെ പ്രതീക്ഷിച്ച് അങ്ങനെ പള്ളിയിൽ വെയിറ്റ് ചെയ്യാം. അത് അവൻ്റെ എല്ലാ ദോഷങ്ങളെയും പൊറുപ്പിച്ച് കളയുന്നതാണ്. ജമാഅത്തിന് നേരത്തെ വന്ന് അവൻ സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി ഇഖാമത്ത് തീർക്കാൻ സമയമുണ്ട്, ആ ഒറ്റയ്ക്ക് നിസ്കരിച്ച് പോകാതെ ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് അങ്ങനെ പള്ളിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. അത് അവൻ്റെ ആ വെയിറ്റിംഗ് കൊണ്ട് തന്നെ അവൻ ചെയ്തു പോയ ദോഷങ്ങളൊക്കെ പുറത്തു പോകും. പിന്നെ വൈസുബാവുൽ വുളൂഇ ഫിസ്സബുറാത്തി, നല്ല തണുപ്പുണ്ടെങ്കിലും നല്ല ഉളു എടുക്കുക. ഉളു ഏത് തണുപ്പ് ശൈത്യ സമയത്തും ഇടങ്ങേറുള്ള സമയത്ത് കുപ്പായത്തിൻ്റെ കൈ ഇങ്ങോട്ട് കയറ്റാൻ ഇടങ്ങേറാണ്, ടൈറ്റാണ്, ജുബൻ്റെ കൈ ടൈറ്റാണ്, കുപ്പായ കൈ ടൈറ്റ് നനയും, ഉളുണ്ട്, എന്നാലും ശരി ഒരു ഉളും കൂടി എടുക്കുക. ഒരു നിസ്കാരം നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉളുവിനെ പുതുക്കൽ സുന്നത്തുണ്ടല്ലോ, ഈ ഉളു നിസ്കാരം കഴിഞ്ഞാലും എപ്പോഴും ഉളു ഉണ്ടായിരിക്കും നല്ലതാണ്. അപ്പം എത്ര തണുപ്പുണ്ടെങ്കിലും ആ തണുപ്പൊക്കെ സഹിച്ചിട്ട് ഇങ്ങനെ ഉളു നീട്ടി കഴുകിയിട്ട് ഉളു എടുക്കുക. മുട്ടും കൈയിൻ്റെ അടുത്ത് കുറച്ചും കൂടി കയറ്റി കഴുകുക, നെരിയാണിക്ക് മുകളിലേക്ക് കുറച്ചും കൂടി കഴുകുക. എത്രയാണോ നിർബന്ധമായത് അതിനേക്കാൾ കുറച്ചും കൂടി കൂട്ടൽ വലിയ സുന്നത്താണ്. അങ്ങനെ ഉളുറുക്കുന്ന കാര്യം അങ്ങനെ ഉളുറുക്കുകയാണെങ്കിൽ ഓൻ അതിൻ്റെ മുമ്പ് ചെയ്തു പോയ ദോഷങ്ങളൊക്കെ അള്ളാഹുവിനെ പുറത്തു കൊടുക്കും. അവൻ്റെ ദോഷങ്ങളെ പൊറിപ്പിച്ച് കളയുന്നതാണ് കടുത്ത തണുപ്പുള്ള സമയത്തിനും അവയവങ്ങളൊക്കെ നീട്ടി കഴുകിയിട്ടില്ല ഉളു എടുക്കുക എന്നുള്ളത്. പിന്നെ മൂന്നാമത്തേതോ വനഖുലുൽ അഖ്ദാമി ഇലൽ ജമാഅത്ത്, അവൻ്റെ കാൽപാദങ്ങളെ ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക. നടന്നു പോകുക എന്നർത്ഥം. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ബാങ്ക് കൊടുത്ത ശേഷം എന്ത് ചെയ്യുക, പള്ളിക്ക് നടന്നങ്ങനെ പോവുക. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അല്ലെങ്കിൽ കുറേ നടന്നങ്ങനെ പോവുക. അവൻ്റെ ഓരോ കാൽപാദവും വെക്കുന്നത് ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവൻ കാൽപാദങ്ങളെ വെക്കുക, അതായത് നടന്നു പോവുക എന്നർത്ഥം. അതൊക്കെ ഓരോ കാല് വെക്കുന്നിടത്തോളം അവൻ്റെ കഴിഞ്ഞു പോയ ദോഷങ്ങളൊക്കെ അങ്ങനെ പൊറുക്കപ്പെടും. ഇതാണ് 3 കാര്യം. ഇനി അമ്മദ്ദറജാത്ത്, ആഖിറത്തിൽ മനുഷ്യൻ്റെ പദവി കൂടാൻ പറ്റിയ 3 കാര്യമുണ്ട്. പോയിന്റ് ഇങ്ങനെ കൂടി വരും, അവൻ്റെ ഗ്രേഡ് കൂടി വരും, അവൻ്റെ പദവികൾ ആഖിറത്തിൽ കൂടി വരും. ആ ഏത് 3 കാര്യം? ഒന്ന് ഫഇത്വാമുത്വാമി, മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കുക. അത് പാവങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും തിന്നാനൊക്കെ ഉണ്ട്, എന്നാലും ശരി സന്തോഷമല്ല, എന്തെങ്കിലുമൊക്കെ ചീരണി പായസമോ ഒരു ലഡുവോ അല്ലെങ്കിൽ ബിരിയാണിയോ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുക, ആൾക്കാർക്ക് ഭക്ഷിപ്പിക്കുക. പാവങ്ങൾക്കാവുമ്പോൾ പറയും വേണ്ട, ഭക്ഷണം കൊടുക്കുക. ഇത് അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. വൈഫ്ഷാ ഉസ്സലാം, സലാം എപ്പോഴും അവൻ പിന്നെ അധികരിപ്പിക്കുക. ആരെ കണ്ടാലും ചിരിച്ചുകൊണ്ട് സലാം പറയാം. പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടും മുസ്ലിമെന്ന് പറഞ്ഞ ആൾക്കാരോടൊക്കെ സലാം പറയാം. അത് അവൻ്റെ പദവി കൂട്ടാൻ പറ്റിയ കാര്യമാണ്. മൂന്നാമത് വസ്വലാത്തു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ രാത്രി കടന്നുറങ്ങുന്ന സമയം നോക്കി നിസ്കരിക്കുക. രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ എല്ലാവരും ഉറക്കത്തിലായിരിക്കും. ആ സമയത്ത് അലാറം വെച്ച് നീച്ചിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. ജനങ്ങളൊക്കെ രാത്രി കടന്നുറങ്ങുമ്പോൾ രാത്രിയിലുള്ള നിസ്കാരം, ഇതും അല്ലാഹു തആല അവൻ്റെ പദവി ഉയർത്തി കൊടുക്കാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ പദവി നീട്ടിക്കിട്ടാൻ, പദവി ഉയർത്തിക്കിട്ടാൻ പറ്റിയ 3 കാര്യം: ഭക്ഷണം കൊടുക്കുക, സലാം വ്യാപിപ്പിക്കുക, രാത്രി സമയത്ത് ജനങ്ങൾ കടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുക. ഇങ്ങനെ 3 കാര്യം: മുഹലിക്കാത്ത്, മുൻജിയാത്ത്, കഫാറാത്ത്, അതുപോലെ തന്നെ ദറജാത്ത്. ഈ 3 കാര്യങ്ങൾ മനുഷ്യനെ രക്ഷപ്പെടുത്തും. 3 കാര്യം മനുഷ്യനെ നശിപ്പിക്കും. 3 കാര്യം ദോഷങ്ങളെ പൊറുപ്പിച്ച് കളയും. 3 കാര്യം അവൻ്റെ പദവികൾ ഉയർത്തിക്കളയും. ഈ 12 കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ ഒരു ഇസ്ലാമിക് പേഴ്സണായിട്ട്, ഒരു ഇസ്ലാമിക് കൾച്ചറുള്ള, ഇസ്ലാമിക് ക്യാരക്ടറുള്ള ഒരു മനുഷ്യനായിട്ട് നമുക്ക് മാറാൻ കഴിയും. ഈ 12 കാര്യങ്ങൾ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാൽ ഏറെക്കുറെ നമ്മുടെ പേഴ്സണാലിറ്റി അള്ളാഹനെ ഇഷ്ടപ്പെടുത്താൻ പറ്റും, മലക്കുകളെ ഇഷ്ടപ്പെടുത്താൻ പറ്റും, മനുഷ്യന്മാരെ ഇഷ്ടപ്പെടുത്താൻ പറ്റും, മനസ്സിനൊരു ആത്മസംതൃപ്തി കിട്ടും, ടെൻഷൻ കുറയും, ആഹാരവും ദുന്യാവൊക്കെ രക്ഷപ്പെടുകയും ചെയ്യും. ഈ 12 കാര്യങ്ങൾ കഴിവുപോലെ കേട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.